നമസ്തേ ആശാനാജി. നമസ്തേ. ഇപ്പോ കൗൺസിലർമാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു. കോൺഗ്രസും CPM-ഉം സംഘടിതമായിട്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു അട്ടിമറി നീക്കത്തിനാണ് പോകുന്നത്. എങ്ങനെയാണ് BJP ഇതിനെ ചെറുക്കാൻ പോകുന്നത്? എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്? പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. കാരണം നമുക്ക് നമ്മുടെ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അത് തന്നെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 6 മാസം ചെയ്ത പോലെ തന്നെ നമുക്ക് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അതിന്റെ പ്രാരംഭ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നെ അതല്ലാതെ തന്നെ വേറെയും കുറച്ച് പദ്ധതികൾ നമ്മൾ ഇലക്ഷൻ മാനിഫെസ്റ്റോയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പ്രവർത്തനവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കുടിവെള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ മാലിന്യം, തെരുവ് നായ്ക്കളുടെ വിഷയം, ഇതൊക്കെ തന്നെയാണ് അതിന്റെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കോൺക്ലേവുകൾ സംഘടിപ്പിക്കുക, അതിന്റെ ആ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കോർപ്പറേഷൻ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഭരണസമിതിക്ക് അതെ. അപ്പൊ ഇതിനകത്ത് കോർപ്പറേഷനെയോ ഈ പറയുന്ന നേതൃത്വത്തെയോ കുറ്റം പറയാൻ ഒന്നുമില്ല എന്നുള്ള നിലയ്ക്ക് നിൽക്കുമ്പോഴാണ് ഒന്നുമില്ലാത്ത കാര്യങ്ങൾക്കകത്ത് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശബരിനാഥന്റെ നേതൃത്വത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഉദയൻ എന്ന് പറയുന്ന കൗൺസിലർക്കെതിരായിട്ട് ഗുരുതരമായിട്ടുള്ള അനാവശ്യ വ്യാജ ആരോപണങ്ങളാണ് ശബരിനാഥൻ ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ അശ്ലീലം നിറഞ്ഞ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് അത്യന്തം നീചകരമല്ലേ? എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? അത് കാരണം ആ വീഡിയോ പരിശോധിച്ച് വ്യക്തമായിട്ട് മനസ്സിലാവും ആരാണ് വെള്ളം ഒഴിച്ചതെന്നും അതുപോലെ അദ്ദേഹത്തിന്റെ ഷർട്ട് വലിച്ചു കീറിയത് ആരാണെന്നും ഒക്കെ തന്നെ വീഡിയോയിൽ തന്നെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിനൊന്നും പ്രത്യേകിച്ച് അതൊരു കാരണം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ എല്ലാവർക്കും കാഴ്ചശക്തിയുള്ളവർ തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും വ്യക്തമായിട്ട് അത് മനസ്സിലാവും ആരാണ് ഷർട്ട് കീറിയതെന്നും. അപ്പൊ എന്നിട്ട് പക്ഷെ പറഞ്ഞത് ഷർട്ട് സ്വയം കീറിയതായിരിക്കാം, അല്ലെങ്കിൽ മറ്റു സ്ത്രീകളായിരിക്കാം. പക്ഷെ കീറിയത് ആരാണെന്ന് നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് കണ്ടതാണ്. അതെ, ഈ കൗൺസിലർ ഉദയനെ വിത്തുകാള എന്നൊക്കെയാണ് ശബരിനാഥൻ വിളിക്കുന്നത്. കേട്ടില്ല. ശബരിനാഥൻ വിത്തുകാള എന്നാണ് ഉദയനെ പോലുള്ള കൗൺസിലർമാരെ വിളിക്കുന്നത്. അത് എത്രത്തോളം അപഹാസ്യമാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നത്. ഞാൻ കേട്ടില്ല ഒരു പരാമർശം. ഇതല്ലാതെ അങ്ങനെ വിളിച്ചിട്ടും ഉണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. അദ്ദേഹം കാരണം വളരെ സീനിയർ ആയിട്ടുള്ള കൗൺസിലറാണ്. കൗൺസിലർ മാത്രമല്ല, അദ്ദേഹം നിരവധി വർഷങ്ങളായിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പൊതുസമൂഹത്തിനിടയ്ക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതുവരെ ഒരു മോശം അനുഭവമോ അഭിപ്രായമോ അദ്ദേഹത്തെ കുറിച്ച് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് കൗൺസിലിന്റെ ഇടയിൽ സംഭവിച്ച ഒരു ഇതാണ്. അത് കാരണം നമ്മൾ കണ്ടതാണ്. ചൂടുവെള്ളം അദ്ദേഹത്തിന്റെ ചോദിച്ചു, അദ്ദേഹം സൈൻ ചെയ്യാൻ ചോദിച്ചപ്പോൾ ആ രജിസ്റ്റർ പലതവണ ചോദിച്ചിട്ട് കിട്ടാത്തതിന്റെ അതിനാണ് അദ്ദേഹം അത് പിടിച്ചു വാങ്ങുവാനായിട്ട് പോയത്. അപ്പോൾ അദ്ദേഹം സ്ത്രീകളാണ് അധികം മുന്നിൽ നിന്നതുകൊണ്ട് അദ്ദേഹം സ്ത്രീകളെ ആക്രമിക്കാനൊന്നുമല്ല പോയത്. പക്ഷെ അതിന്റെ ഇടയിൽ എന്തോ ഒരു പറ്റിയതിനെ നമ്മളത് ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. പറ്റിയ തെറ്റ് തന്നെയാണ് രണ്ട് ഭാഗത്തു നിന്നും. സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു സംഭവിച്ചു. പക്ഷെ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനോട് യോജിപ്പില്ല. അതല്ല, ഇതിനകത്ത് ശബരിനാഥനെ പോലുള്ളവർ അശ്ലീലം കലർത്താൻ ശ്രമിക്കുകയാണ്. ഒരിക്കലും കൗൺസിലിനകത്ത് ഉണ്ടായിട്ടേ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി അശ്ലീലം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യം രാഷ്ട്രീയമായി കൂടി അപലപിക്കേണ്ട നിന്ദ്യമായിട്ടുള്ള പ്രവൃത്തിയല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് ഞാനത് ആ പരാമർശം സാർ പറയുമ്പോഴാണ് കേൾക്കുന്നത്. ഞാൻ അത് കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അങ്ങനെ പറയാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. രാഷ്ട്രീയമാണെങ്കിൽ പോലും അങ്ങനെ അശ്ലീലം നിറഞ്ഞ ഒരു സംസാരം അത് ശരിയല്ലാത്തൊരു കാര്യം തന്നെയാണ്. ഇതിനകത്ത് മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത്, CPM-ന്റെയൊക്കെ ഗുണ്ടാ പണിക്കും ഇല്ലെങ്കിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പിരിവുകളുണ്ടല്ലോ, കന്നിമറ മാർക്കറ്റിൽ അടക്കം നടത്തിക്കൊണ്ടിരുന്ന, ഇതൊന്നും നടക്കാതെ വന്നതോടുകൂടിയുള്ള നിരാശയും അതിൽ നിന്നുണ്ടാകുന്ന വൈരാഗ്യവുമല്ലേ ഈ പറയുന്ന അടിസ്ഥാനപരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണം? സ്വാഭാവികം, അത് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ ഇനിയും കൈവിട്ട് പോകും, പൂർണ്ണമായിട്ടും കൈവിട്ട് പോകുമെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുമായി നടക്കാത്ത കാര്യങ്ങളും ഒക്കെ തന്നെ പറഞ്ഞിട്ട് ഒരു പ്രതിഷേധവുമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം 45 വർഷത്തിലേറെയായിട്ട് അവർ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു നഗരസഭ, അവരുടെ എന്താ പറയാ വരുമാന സ്രോതസ്സായിരുന്ന ഒരു നഗരസഭ അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു. അത് വിട്ടുപോയി ഇനി സമ്മതിക്കാൻ പറ്റുന്നില്ല. ഒരിക്കലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇനി പൂർണ്ണമായി നശിച്ചു പോകുന്നില്ല, അവരുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോകുമോ എന്ന ഭയത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോ അത് നമ്മളിനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ഒരുപാട് വ്യാജ ആരോപണങ്ങളും അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം നമ്മളുടെ കയ്യിൽ വന്ന ശേഷം നല്ല രീതിയിൽ ഭരിച്ചു കൊണ്ടുപോകാൻ അവർ സമ്മതിക്കില്ല എന്നുള്ളത് വ്യക്തമായി നമുക്ക് ബോധ്യമുള്ള കാര്യം തന്നെയാണ്. അതങ്ങനെ പ്രതീക്ഷിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളതൊന്നും ബോധർ ചെയ്യുന്നില്ല. നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് കൗൺസിലിനകത്ത് അക്രമം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പാരമ്പര്യം തുടങ്ങുന്നത് ശിവൻകുട്ടിയുടെ നിയമസഭയിലെ പ്രകടനത്തിൽ നിന്നാണ്.
അതേ സ്വഭാവത്തിൽ SP ദീപക് അവിടെയുണ്ട്. അതിനോടൊപ്പം കൂട്ടുചേർന്നുകൊണ്ട് ശബരിനാഥൻ നിൽക്കുന്നു. അപ്പോൾ LDFും UDFും ഈ ശിവൻകുട്ടിയുടെ പാരമ്പര്യത്തെ കൊണ്ടുവരുന്നു. ഈ പ്രശ്നമെല്ലാം നടന്നു കഴിയുമ്പോൾ ശിവൻകുട്ടി അവിടെ എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്തൊരു അന്തർധാര കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അത് അതൊരു രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ ഞാൻ ആരെയും കമ്പയർ ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയത്തിൽ ഏത് രീതിയിലും അവർക്ക് പ്രതികരിക്കാം. പക്ഷെ ഇത് സമരത്തിൽ സമരങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകും. പക്ഷെ ഇത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടതാണ്. ഞാനത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഞങ്ങൾ എല്ലാവരും വ്യക്തമായിട്ട് കണ്ടതാണ്. പലതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ട് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. പക്ഷേ ഒരു കാര്യം, ഇനിയും അക്രമമാണ് ഈ കോൺഗ്രസും CPM-ഉം കൗൺസിലിനകത്ത് എടുക്കാൻ പോകുന്നതെങ്കിൽ BJP ഭരണസമിതി ഇതിനെ എങ്ങനെ നേരിടും? അക്രമമായി നേരിടുമെന്ന് ഒരിക്കലും പറയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് പാസ്സാക്കുവാൻ ഒരുപാട് അജണ്ടകളുണ്ട്, ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അതുമായി തന്നെ മുന്നോട്ട് പോകും. ഞങ്ങൾ അക്രമത്തിനും ഒന്നുമില്ല. കാരണം ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ വികസനമുണ്ട്. ഞങ്ങൾക്ക് വികസനം പരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. വരുന്ന 5 വർഷം കൊണ്ട് തിരുവനന്തപുരം നഗരസഭ മാതൃക നഗരമാക്കി മാറ്റുവാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. കാരണം തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അക്രമമായാലും സമരമായാലും പ്രതിഷേധമായാലും ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ജനാധിപത്യ രാജ്യമാണ്. അവർക്ക് ഏത് രീതിയിൽ പ്രതിഷേധിക്കാം ഒക്കെ തന്നെ ചെയ്യും. അവരുടെ രീതിയിൽ പൊക്കോട്ടെ. നമ്മൾ നമ്മളെ രീതിയിൽ നല്ല ഭരണവുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതായത് പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് ഇവർ ഉന്നയിക്കുന്ന പ്രശ്നം കൗൺസിലർ സുഗതന്റെ പ്രശ്നമാണ്. കൗൺസിലർ സുഗതൻ എന്ന് പറയുന്നത് ജനകീയനായിട്ടുള്ള CPM-ന്റെ കണ്ണിലെ കരടായി മാറിയ ഒരു കൗൺസിലറാണ്. അദ്ദേഹം ശരിപക്ഷത്ത് നിൽക്കുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അദ്ദേഹത്തിന്റെ കൗൺസിലിലെ മാത്രമല്ല നഗരസഭയിലെ മുഴുവൻ ആൾക്കാർക്കും ബോധ്യമുണ്ട്. അങ്ങനെ നിൽക്കുന്ന കൗൺസിലറെ ഇനി കൗൺസിലിൽ പങ്കെടുപ്പിക്കില്ല എന്ന് പറയുന്നത് എത്രത്തോളം ജനാധിപത്യ വിരുദ്ധമാണ്? അത് അവരല്ല തീരുമാനിക്കുന്നത്. കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. നമ്മളുമല്ല തീരുമാനിക്കേണ്ടത്. കോടതി തീരുമാനിക്കേണ്ട കാര്യം കോടതി തീരുമാനിച്ചിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് കോടതി എന്ത് തീരുമാനമെടുക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ ബാക്കി പ്രതികരണം നമ്മൾ നടത്തേണ്ടത്. അപ്പൊ അത് അവർക്കും അത് പറയാൻ പറ്റില്ല. അവർക്ക് രാഷ്ട്രീയപരമായിട്ട് അവർ സമരം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്കും അദ്ദേഹത്തെ പുറത്താക്കാൻ സാധിക്കില്ല, നമുക്ക് പുറത്താക്കാൻ സാധിക്കില്ല. അത് കോടതി തീരുമാനമാണ്. കോടതി എന്ത് തീരുമാനമെടുക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ജനാധിപത്യ മര്യാദ അനുസരിച്ച് തന്നെ നമ്മൾ നിൽക്കും. അതായത് അങ്ങ് ഇപ്പോൾ ആദ്യമായിട്ട് ഈ ഭരണത്തിൽ വന്നപ്പോൾ ഡെപ്യൂട്ടി മേയർ ആയിട്ടല്ല കോർപ്പറേഷനകത്തേക്ക് വരുന്നത്. ആശാനാഥ് വരുന്നത് കൗൺസിലറായിട്ട് ദീർഘകാലം ഈ കൗൺസിലിൽ ഉണ്ടായിരുന്ന ആളാണ്. അങ്ങയുടെ ഒരു പ്രവൃത്തി പരിചയം, ഇതിനകത്തുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്രയേറെ ആക്രമണം ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ഒരു നഗരസഭാ നേതൃത്വത്തിന് നേരെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഉണ്ടായിട്ടില്ല. അതായത് ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞങ്ങളും കഴിഞ്ഞ തവണ കൗൺസിലറായാലും ഞങ്ങളും പ്രതിഷേധിച്ചിട്ടുണ്ട്. മേയർക്ക് ഒരുപാട് പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും മേയർ അവരുടെ റൂമിനകത്ത് കയറരുത് എന്ന് പറഞ്ഞ് തടസ്സം ചെയ്തിട്ടില്ല. നമ്മളിവിടെ ആ റൂമിന് ഫ്രണ്ടിലൊക്കെ തന്നെ സമരം ചെയ്തിട്ടുണ്ട്. പക്ഷെ മേയർ വരുമ്പോൾ ഞങ്ങൾ മാറിക്കൊടുക്കാറുണ്ട്, മേയർ കയറി പോകാറുണ്ട്. പക്ഷെ ഇത് മേയർ റൂമിൽ കയറാൻ പാടില്ല എന്ന രീതിയിലൊക്കെ സമരം ചെയ്യുന്നത് വളരെ മോശമായാണ് തോന്നുന്നത്. അത് ഇനി ഞാൻ പറഞ്ഞ പോലെ ഇനി പ്രതീക്ഷിക്കുന്നു, ഇങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് ഇനി പ്രതീക്ഷിക്കുന്നു. കാരണം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ എന്തായാലും ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇതും വളരെ ഇനി ഏത് രീതിയിൽ സമരം പോകും എന്നുള്ളത് അവരുടെ കയ്യിലാണ്. അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ഭരണം നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ഒരു പ്രതിഷേധവും അക്രമവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ രീതിയിൽ നടക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ കൗൺസിലിന് പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ഇവർ നടത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? അതൊന്നും നമുക്കറിയില്ലല്ലോ. അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അവരെങ്ങനെ തീരുമാനിക്കുമെന്ന് എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. അതെ, കൃത്യമായിട്ടുള്ള ജനങ്ങളുടെ പിന്തുണ നഗരസഭയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളതിൽ അസ്വസ്ഥതയാണ് ഇതിന്റെ എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള ഇവരുടെ എല്ലാ ഈ പ്രശ്നത്തിന് കാരണം. അത് തന്നെയല്ലേ വാസ്തവം? കേട്ടില്ല. ഈ പറയുന്ന ജനങ്ങളുടെ പിന്തുണ നഗരസഭയ്ക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഭരണസമിതിക്ക് ലഭിക്കുന്നു, അതാണ് ഇവരുടെ അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ തന്നെ പല സോഷ്യൽ മീഡിയാസിലും ഒക്കെ തന്നെ പറയുന്നുണ്ട്, മെയിൻ സ്ട്രീം മീഡിയാസിലും പറയുന്നുണ്ട്. കാരണം തിരുവനന്തപുരം നഗരസഭ ഇപ്പോ ഭാരതത്തിന് മൊത്തം തന്നെ ഇങ്ങനെ ഒരു നഗരസഭയുണ്ട് എന്ന് അറിയിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും. കാരണം 6-7 മാസമായിട്ടേ ഉള്ളൂ എങ്കിലും ഹെൽത്ത് കെയർ പദ്ധതി ആയാലും ഒക്കെ തന്നെ ഷെൽട്ടറിന്റെ വിഷയമായാലും എല്ലാത്തിനും ജനകീയമായിട്ടുള്ള ഇടപെടലാണ് നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മാതൃകാപരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണസമിതിയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഭരണമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് കാരണം ഇനി ഒരിക്കലും തിരിച്ചു ചിലപ്പോൾ
ഈ ഒരു ഭരണം അവരുടെ പൂർണ്ണമായിട്ടും കൈവിട്ട് പോയി. ഇനി ഒരിക്കലും തിരിച്ച് അവർക്ക് നഗരസഭയിൽ കയറാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫ്രസ്ട്രേഷൻസ് ഒക്കെ തന്നെ കാണിച്ച് ഇങ്ങനെ ഒരു പ്രതിഷേധവുമായിട്ടല്ല മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ പിന്തുണ പൂർണ്ണമായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഇതിൽ ആദ്യത്തെ തവണ മർദ്ദനം ഈ പറയുന്ന ആക്രമണം നടന്നപ്പോൾ അന്ന് ആശാജിക്ക് മർദ്ദനമേറ്റു. ആശാനെ ആക്രമിച്ചു എന്ന് ദേഹത്ത് ആക്രമിക്കുകയാണ് ഇവർ ചെയ്തത്. അന്ന് ആരായിരുന്നു ആക്രമണത്തിന് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്? അതവിടെ എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒന്നും തള്ളും ഒക്കെപ്പെട്ട് എല്ലാവർക്കും നല്ല പേർക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങേ ഇടുക്കിയൊക്കെ ചെയ്തു അല്ലേ ഇവര് ശരീരത്തില്? അത് ഈ തള്ളിന്റെ ഇടയിൽ പെട്ട് ഞാൻ വീഴുമായിരുന്നു. വീണപ്പോ നല്ല ഒരു ചടവുണ്ടായിരുന്നു. ഈ മേയറെ കരുതി കൂട്ടി ആക്രമിക്കുക എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. അതിനാരായിരുന്നു അന്ന് ഇത് നേതൃത്വം കൊടുത്തത്? ആരായിരുന്നു അത് പ്രധാനമായിട്ട് മർദ്ദിക്കാനുണ്ടായിരുന്നത്? അത് അവരുടെ പാർലമെന്ററി പാർട്ടിയും ടീമും ഒക്കെ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. പാർലമെന്റ് ലീഡറുമായാലും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. ആ സമയത്ത് അദ്ദേഹം കയറി വന്നപ്പോൾ തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായത്. ആക്രമണത്തിന് ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു? പാർലമെന്ററി പാർട്ടിയിലേക്ക് ബാക്കി ടീമുകളെല്ലാവരും ഉണ്ടായിരുന്നു. ആ കൗൺസിലേഴ്സ് ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. അവർ ശരിയായ പിന്തുണ ഒപ്പം തന്നെ നഗരസഭയ്ക്ക് നൽകുന്നുണ്ട്. വളരെയധികം നന്ദി ആശാനാഥ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.